എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ പുഷ്പ 2-ന് ഇത്രയും നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പടം കണ്ടതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നൈസ് പടമാണ്. പുഷ്പ 2-നെ കുറിച്ച് പറയുമ്പോൾ ഒരു അടിപൊളി കോമഡി ഫാമിലി എൻ്റർടൈനർ സിനിമയാണ്. നല്ലൊരു പടമാണ്. ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് കേട്ടു. ഈ ബൻവർ സിംഗ് ഷിഖാവത്തിനെ, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ശ്രീവല്ലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ഒരുപാട് മോശമായിട്ട്, അല്ലെങ്കിൽ കൊള്ളൂല്ല, അവർ മാങ്ങയായിരുന്നോ തേങ്ങയായിരുന്നോ ചക്കയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഒന്നാമത് ഫഹദ് ഫാസിൽ ചെയ്ത ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമുക്കൊന്നെടുത്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ആ ഒരു എന്താണ്, ആ ഒരു പവർ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ട്, പുഷ്പ 1-ൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുഷ്പ 1-ൽ ബൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്നത് ഫയർ, തീ ആയിരുന്നെങ്കിൽ പുഷ്പ 2-ൽ തീ കട്ടയാണ് ഫഹദ് ഫാസിൽ ബൻവർ സിംഗ് ഷിഖാവത്തിനെ ചെയ്തു വച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ സുകുമാർ സാറിന് ഒരുപാട് നന്ദി അദ്ദേഹത്തോട് ഉണ്ട്. നന്ദി അണ്ടികാരു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, ഇത് നിങ്ങൾ കാണേണ്ട രീതിയിലല്ല ഈ പടം കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരിക്കാം നെഗറ്റീവ് വന്നിട്ടുള്ളത്. എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല, നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. പക്ക അടിപൊളിയായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ, ശരിക്കും പറഞ്ഞാൽ ബൻവർ സിംഗ് ഷിഖാവത്തിന് ഇത്രയധികം തമാശ പറയാൻ അറിയാമെന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇൻ്റർവെൽസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഷ്പയും ബൻവർ സിംഗും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ആ ഒരു സീനാണ്. പുഷ്പ ഒരു കയ്യാലപ്പുറത്ത് നിൽക്കുന്നു, ഒരു ഈടിപ്പുറത്ത് നിൽക്കുന്നു, ബൻവർ സിംഗ് ഇവിടെ താഴെ നിൽക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു 50 മീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസ് കാണും. 50 മീറ്റർ കൂട്ടിക്കുക, 50 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് കാണും. ഇച്ചിരി ശബ്ദമുയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെയാണ് ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ഇരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ സുകുമാർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ചെയ്യുന്നത് ആംഗ്യ ഭാഷയിലൂടെയാണ്. ഫ്ലവർ, അങ്ങോട്ട് പോ, അങ്ങനെ ഇങ്ങനെ. വളരെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിലിം കണ്ടത് പത്തനംതിട്ട ധന്യ തിയേറ്ററിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സെയിം റോയിൽ കുറേ അധികം ചെറുപ്പക്കാർ പിള്ളേരുണ്ടായിരുന്നു. അവരൊരു ഗ്യാങ്ങായിട്ട് വന്നതാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പം ഈ ആംഗ്യഭാഷ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവർ ഭയങ്കര ചിരിയും ബഹളം, എന്തൊക്കെയാണോ എന്തോ ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. നേരത്തെ പറഞ്ഞ ഫയർ ഉണ്ടല്ലോ, പുഷ്പ 1-ലുണ്ടായിരുന്ന ഷിഖാവത്തിൻ്റെ ഫയർ, ആ ഫയർ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് വരും. അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ്സാണ് ശ്രീവല്ലിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ശ്രീവല്ലിയെക്കുറിച്ചിട്ട് ശരിക്കും അങ്ങനെ പറയാനൊന്നുമില്ല. എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് എനിക്കറിയത്തില്ല. ശ്രീവല്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത രശ്മിക മന്ദാനയ്ക്ക് തീർച്ചയായിട്ടും 101% ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു നാഷണൽ അവാർഡ് ഇതിനകത്തിൽ കിട്ടും. കാരണം അത്രയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ നാഷണൽ അവാർഡ് ഈ ഇത് കൊടുക്കത്തില്ലേ ജൂറീസ്. അപ്പോൾ ഇവരാരെങ്കിലും ഈ സിനിമ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ പോലും ഇല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും, എന്നാ നാഷണൽ അവാർഡ് പൊഴിഞ്ഞ് തിന്നെന്നും പറഞ്ഞുകൊണ്ട്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. 2 സീനുകൾ കണ്ടാൽ മതി. ശ്രീവല്ലിയുടെ 2 സീൻ, വേറെ ഒന്നും നിങ്ങൾ കാണണ്ട. 2 സീനുകൾ കണ്ടാൽ മതി ആ ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇത് മനസ്സിലാക്കാൻ. അതിൽ ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിന് ശേഷം നമ്മുടെ പുഷ്പ ഒരു സ്ത്രീ വേഷത്തിൽ വരുന്ന ഒരു സീനുണ്ട്, നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു വേഷത്തിൽ വന്നതിന് ശേഷം ഒരു ഫൈറ്റൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫൈറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീവല്ലി അവിടെ അന്യൻ, അമ്പി, റെമോ ഈ 3 ട്രാൻസ്ഫോർമേഷനാണ് അവിടെ കാണാൻ സാധിക്കുക. നയൻതാര ഒന്നുമല്ല, പോകാൻ പറയും. അതിലാദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ആസാണ്. ആ ഒരു പ്രകടനം, ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ കാണുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ആ മാസ് ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്താണോ ഇങ്ങനെ നിർവൃതി പൂണ്ടി വരും. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂണ്ടും, ഇല്ലെങ്കിൽ നിങ്ങളെ പൂണ്ടിക്കും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, ആ ഒരു ഭാഗം, ആ മാസ് ഡെലിവറി. അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു ബ്രേക്കില്ല അവിടെ. ആ മാസ് ഡെലിവറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പിടി പോവുകയാണ് ശ്രീവല്ലി. ആ ഇമോഷണൽ ട്രാക്കിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നും വേറെ എവിടെ നിന്നൊക്കെയാണ് വെള്ളം വന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്തിരുന്നവരുണ്ട്, അവർ എഴുന്നേറ്റ് നിന്നടിയ കയ്യടി, എഴുന്നേറ്റ് നിന്നടിയും. അതോടൊപ്പം തന്നെ ആ സമയത്ത് ശ്രീവല്ലി ഇങ്ങനെ ഒരുപാട് പൊക്കി പറയുന്നുണ്ട്. ഒരുപാട് ആഹ്ലാദങ്ങളും ആർപ്പ് വിളികളും ഒക്കെയാണ് ആ ഒരു സമയത്ത് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചത്. എനിക്ക് കാണാൻ സാധിച്ചത്, നമുക്കല്ല, എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീവല്ലിക്ക് അവിടെ ജയ് വിളിക്കുന്നതായിട്ടായിരുന്നു ഞാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത്. കാമാ താ പൂ കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജയ് വിളികൾ ഞാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ലതായിരുന്നു. ഇതും കഴിഞ്ഞിട്ട് അടുത്തത് റെമോ. ഈ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇമോഷണൽ ട്രാക്ക് അങ്ങോട്ട് വരികയാണ്. അപ്പം ഇമോഷണൽ ട്രാക്ക് അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ പുഷ്പയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ പുഷ്പ അവിടെ കുനിയിരിക്കുകയാണ്. പുഷ്പയുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. പുഷ്പയുടെ അടുത്തേക്ക് ആ ഇമോഷണലി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അത് കാണുമ്പോഴല്ലോ അടുത്തേക്ക് വന്നിട്ട് ആ ഇമോഷണൽ ട്രാക്ക് എല്ലാം കഴിഞ്ഞ് അടുത്തേക്ക് വന്നിട്ടൊരു വിളിയുണ്ട്, ചാമിയേ എന്നും പറഞ്ഞുകൊണ്ടൊരു വിളിയുണ്ട്. കയറി വരും, ഇങ്ങനെ വരും. നല്ല എല്ലാം ഒരുപാട് കയറി വരും. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നെ ശ്രീവല്ലിയുടെ രണ്ടാമത്തെ സീന്, 2 സീനിൽ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നു ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. ആ ഒരു ഇമോഷണൽ സീൻ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. പേര് വെച്ചില്ലെന്നാണ് അത്. ഒരു ചെറിയൊരു ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നല്ലേ, ഒരു പേര് വെച്ചില്ല പോലും. എന്തിനാ അത് നല്ലൊരു സീനാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൈയടി കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീവല്ലിയുടെ ഫുൾ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജേണിയാണ്. അതിൽ ഡയറക്ടർ അദ്ദേഹം വളരെ ബ്രില്യൻ്റായിട്ട് അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് ശ്രീവല്ലിയുടെ ഈ കഥാപാത്രം എന്ന് പറയുന്നത്. അതായത് കാമാത്തിപുരത്തിൽ നിന്നും മൂഞ്ചിക്കലിലേക്കുള്ള ഒരു യാത്രയാണ് ശ്രീവല്ലി ഇതിനകത്തിൽ. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ 3 മണിക്കൂർ 20 മിനിറ്റ് എന്നാ പുല്ല് കാണിക്കാനായിരുന്നു എന്നുള്ളത്. ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത് പക്ക പാക്ക്ഡ് പടം എന്ന് വെച്ചാൽ പാക്ക്ഡ് പടം. 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പക്ക പാക്ക്ഡ് പടം. അതിൽ 1 മിനിറ്റ് പോലും നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല. 1 മിനിറ്റ് പോലും നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല. അത്രയ്ക്ക് പക്ക പാക്ക്ഡ് ആയിരുന്നു 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്തിൽ
നല്ല നല്ല സോങ്സുകളുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും, നല്ല സോങ്സുകളുണ്ട് അതിനകത്തിൽ. മലയാളത്തിൻ്റെ ലിറിക്സും കൂടെ ആകുമ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കളിക്കണമെന്ന് തോന്നിയ ഒരു സോങ് ഉണ്ട്. കിഷ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാമൻ്റെ കിഷ്ക്, മരുമോൻ്റെ കിഷ്ക്, അപ്പൻ്റെ വല്യച്ഛൻ്റെ കിഷ്ക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നല്ല പാട്ടാണ്, കാണണം നിങ്ങളെല്ലാവരും. അത് നല്ല പാട്ടാണ്. അത് എന്ത് ചെയ്യാം, ആ പാട്ട് വരുന്നത് തന്നെ ഒരു വലിയ ഇതിലൂടെയാണ്. നല്ല രസമുണ്ടാവും. അത് നല്ലൊരു പാട്ടാണ്. പിന്നെ എല്ലാം നല്ല പാട്ട്. പിന്നെ ഈ ശ്രീവല്ലി ഡാൻസ് കളിക്കുന്നത്, ഇതിനകത്തിലൊരു ഡാൻസർ ഉണ്ട്, പുള്ളിക്കാരുടെ പേരെനിക്കറിയില്ല സത്യമായിട്ടും. ആ ഒരു വരുമ്പോഴും കൊറിയോഗ്രാഫർ ചിലപ്പം ഒരു ട്രെൻഡായിട്ട് ചെയ്തതായിരിക്കും, എനിക്ക് എന്താണെന്ന് അതറിയില്ല. കുനിഞ്ഞു നിന്നാണ് കൂടുതൽ ഡാൻസ് കളിക്കുന്നത്. ഇപ്പം എങ്ങനെ ഇപ്പം കാണിക്കുന്നേ, നേരെ നിന്ന് ഡാൻസ് ചെയ്ത് എല്ലാ രീതിയിലും ചെയ്യണം. പക്ഷേ ഇതിൽ ഒരു 75-80% കുനിഞ്ഞു നിന്ന് ഇങ്ങനെ അങ്ങനല്ല. അതാണ് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അതൊരു ട്രെൻഡായിരിക്കാം, ഒരു ന്യൂജൻ ട്രെൻഡായിരിക്കാം, എനിക്കറിയാത്തതായിരിക്കാം. ദയവ് ഇത് 90s പുണ്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് തെറി വിളിക്കരുത്. അപ്പം അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എനിക്കറിയത്തില്ലല്ലോ, നമ്മൾ 90s കിഡ്സിന് ഇതൊന്നും അറിയില്ല, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ ഓൾഡ് ജനറേഷൻസ് ആയില്ലേ, നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ പുതിയ ആൾക്കാർ. നമ്മളൊക്കെ മുമ്പിൽ പോയില്ലേ, എന്ത് ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. ഒരാൾ വന്നിട്ട് ഈ തെലുങ്കന്മാരല്ല, ഈ പടം എടുത്ത തെലുങ്കന്മാരാണല്ലോ. അപ്പോൾ പടം എടുത്ത തെലുങ്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ തെലുങ്കന്മാരെടുത്ത് വെച്ച ഈ സിനിമയിൽ പുഷ്പാണ്ടി, നീലനണ്ടി, ശ്രീവല്ലി അണ്ടു, മൻവർ സിംഗ് ശിഖാവത്ത് വാഴപ്പിണ്ടി, ഈ അണ്ടികളെയും പിണ്ടികളെയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മുഴുത്ത അണ്ടി, സുകുമാർ അണ്ടി എല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു വെപ്പണ്ടിയാണ് ഈ സാധനം. വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള അണ്ടി, അതാണ് ഈ സംഭവം. നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ നെഗറ്റീവ്സ് പറയാനുള്ള നിങ്ങൾ റിവ്യൂവേഴ്സിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എനിക്കറിയാം നമ്മൾ വലിയ ആളൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഈ നെഗറ്റീവ്സ് പറയുമ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമയിൽ. ഏതൊരു സിനിമയായാലും നമ്മളൊരു സിനിമ കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളതൊരിക്കലും പുറത്ത് പോയി പറയരുത്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കൊള്ളാം, നല്ല ഫിലിം എന്നേ പറയാവൂ. ഒരിക്കലും ഇല്ല, കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പൊതുവേദിയിൽ പറയാൻ പാടില്ല. കാരണം ഇത് സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അവർ കഷ്ടപ്പെട്ട് എടുത്തു വച്ചിരിക്കുന്ന ഒരു ഫിലിമാണ്. എല്ലാ സിനിമയിലും ഈ ഒരു ഫിലിം നല്ല ഏതൊരു സിനിമയായാലും കഷ്ടപ്പെടാതൊന്നും കിട്ടത്തില്ല. രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് സിനിമ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നതൊന്നുമില്ല, കഷ്ടപ്പെട്ട് തന്നെ സിനിമ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനെ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്ത് കൊല്ലരുത് പ്ലീസ്, കഷ്ടമുണ്ട്. അതങ്ങനെ പറയാൻ ഉള്ള ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ചു, നിങ്ങളെ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കവറുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കവർ. ആ കവറിനകത്ത് കുറച്ച് പൈസ ഉണ്ട്, നമ്മൾ സംഭാവന അല്ലേ നമ്മൾ കൊടുക്കില്ലേ കല്യാണത്തിന് പോകുമ്പോൾ, ഞാനിവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പം അത് നിങ്ങൾ അവർക്ക് കൊടുത്തു. കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം സന്തോഷമായിട്ട് പന്തിയിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട്. ആദ്യത്തെ പന്തിയാണ്, ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ നമ്മൾ കസേരയിൽ ഇങ്ങനെ ഇരുന്നു. നല്ല വാഴയിലയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് വരുന്ന ചോറും സാമ്പാറും തൈരും ഈ സാധനങ്ങളൊക്കെ പഴകിയതാണ് എന്ന് വെക്കുക. ഈ പഴകിയ സാധനമാണെങ്കിലും നമ്മൾ ഭക്ഷണത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ഇതങ്ങ് കഴിച്ചു എന്നും വെക്കുക. ഇത് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ രണ്ടാമത്തെ പന്തിക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാർ ഓഡിറ്റോറിയത്തിന് പുറകിലുണ്ടാവും. ഇവർ ചോദിക്കും, ഒന്നാമത്തെ പന്തി കഴിഞ്ഞ് വരുന്നവരോട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു സദ്യ? കാക്കാച്ചിന് കൊള്ളത്തില്ല, മൂഞ്ചിയ സദ്യ എന്നൊരിക്കലും പറയരുത്, നല്ല സദ്യ എന്ന് പറയാം. കാരണം ഈ അഴുക്ക സാധനം, പുഴുവരിച്ച സാധനം ആണ് വിളമ്പിയതെന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം എന്താ, ഇതുണ്ടാക്കിയവന്, ഇതിന് അരി വാങ്ങിച്ചത്, ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചതെല്ലാം ഒരുപാട് പൈസ കൊടുത്തിട്ടാണ്. ഇതിന് കഷ്ടപ്പാട് ഒരുപാടുണ്ട് അല്ലേ? എന്നിട്ട് ഈ പുഴുവരിച്ച സാധനം നമ്മളെ കൊണ്ട് തീറ്റിച്ചിട്ട് നമ്മൾ ഒരിക്കലും പറയരുത് മോശമായി, അല്ലെങ്കിൽ പടം കൊള്ളില്ല, സദ്യ നല്ലതായില്ല
ഒരിക്കലും പറയരുത്. നമുക്ക് ഫ്രീ ആയിട്ടാണല്ലോ അവന്മാർ ഉണ്ടാക്കി തരുന്നത്. എനിവേയ്സ്, എന്തായാലും എനിക്ക് ഒരു നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ കസിൻസിനോടും എൻ്റെ കുടുംബക്കാരോടും എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ. എന്നോട് അവർ ചോദിച്ചു, എടാ പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നല്ലതാണ്, പടം നല്ലതാണ്, നിങ്ങൾ പോയി കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരാളോട് പോലും എൻ്റെ അമ്മ സത്യമായിട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല പോയി കാണരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാണണം, നിങ്ങൾ പടം കാണണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. മസ്റ്റ് വാച്ചബിളാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് ഈ പടം കാണുക. OTT റിലീസിന് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. തിയേറ്ററിൽ പോയി തന്നെ ഈ പടം നിങ്ങൾ കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫിലിമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു ഫിലിം കാണണം. പിന്നെ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളോട് കാണണമെന്നേ പറയൂ. കാണരുതെന്ന് ആരും പറയില്ല, കാണണമെന്നേ പറയൂ. കാണണം, നിങ്ങളെല്ലാവരും കാണണം. കണ്ടിട്ടുള്ളവർ ദയവ് ചെയ്ത് ഇവിടെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് പറയണം, നിങ്ങൾ കാണണം എന്ന് തന്നെ പറയണം. കാണാത്തവരോട് കാണണമെന്നേ പറയാവൂ. ഞാനോ കണ്ട്, നീയും കാണും.